ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു ടിപ്പ് കാണിക്കാൻ പോവാണ്. നമ്മൾ വെളിയിലെല്ലാം കൊടുത്തല്ലേ ഈ പുതിയ പാൻറ്റിൻ്റെ ലെന്തെല്ലാം കുറയ്ക്കുന്നത്. നമുക്ക് എങ്ങനെയായാലും ഒരു 100 രൂപയെങ്കിലും അവർ വാങ്ങിക്കും. അതിന് ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും ഞാനത് കാണിക്കുകയാണ്. പഴയ പാൻറ്റ് നമ്മളെടുക്കുക, ഏതാണ് കറക്റ്റ് ലെന്ത് ആ മെഷർമെൻറ്റ് പാൻറ്റ് എടുക്കുക. നമ്മളാദ്യം ഒരു നിരപ്പായ ഒരു സ്ഥലത്ത് ഇടണം. ഞാൻ തറയിലോട്ടാണ് ഇട്ടേക്കുന്നത്, ഫ്ലോറിലിട്ടിട്ട്. ക്ലിയർ ആവുന്നുണ്ടോ? അതെ, പുതിയ പാൻറ്റ് നമ്മൾ മേളിൽ വെച്ചു. പിന്നെ കറക്റ്റ് മെഷർമെൻറ്റുള്ള പാൻറ്റ് മേളിൽ വെച്ചു, പുതിയ പാൻറ്റ് അടിയിലും വെച്ചു. ഞാൻ പറഞ്ഞു വെച്ച് തെറ്റിപ്പോയേ. ഇങ്ങനെ വെക്കണം. എന്നിട്ട് നമ്മൾ ഈ ലെന്ത് കണ്ടില്ലേ, ഇത്രയും വ്യത്യാസമുണ്ട്. ഈ ലെന്താണ് നമ്മൾ കട്ട് ചെയ്യേണ്ടത്. ഇവിടുന്ന് നമുക്ക് 1/2 ഇഞ്ച് മടക്കി തയ്ക്കണം. 1/2 ഇഞ്ച് മടക്കി തയ്ക്കണം. അന്നേരം 1.5 ഇഞ്ച് ഈ മെഷർമെൻറ്റിൽ നിന്ന് 1.5 ഇഞ്ച് നമ്മൾ എടുക്കണം. ഇത്രയും കട്ട് ചെയ്ത് കളയണം. ബാക്കി നമുക്ക് മടക്കി തയ്ക്കാൻ. ആ 1.5 ഇഞ്ചിൻ്റെ അവിടെ നമ്മൾ മാർക്ക് ചെയ്യണം. കാണാമല്ലോ എല്ലാവർക്കും അല്ലേ? ഇത്രയും വെച്ച് നമ്മൾ കട്ട് ചെയ്യാവുള്ളൂ. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ മെഷർമെൻറ്റ് പിന്നെ തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ശക്കല അധികമായാലും കുഴപ്പമില്ല. ഇത്രയും ലെന്ത് കൂടുതലാണ്. ആ ലെന്ത് നമ്മൾ ഇത്രയും വെച്ച് കട്ട് ചെയ്ത് കളയണം. ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം, എങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതും കാണിക്കാവേ. നമ്മൾ കട്ട് ചെയ്യേണ്ട പാൻറ്റ് അടിയിലും മെഷർമെൻറ്റുള്ള പാൻറ്റ് മേളിലും എടുക്കണം. ഈസിയാണിത്. നമ്മൾ വെറുതെ എന്തിനാ കടയിൽ കൊടുത്ത് നമ്മൾ ഇത് ചെയ്യുന്നത്. കൈ കൊണ്ട് വേണേലും തയ്ക്കാം, മടക്കി തയ്ക്കാം, മെഷീനിലും തയ്ക്കാം. മെഷീൻ ഇല്ലാത്തവർക്ക് കൈ കൊണ്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് തയ്ച്ചാൽ മതി. നമ്മൾ സ്കെയിൽ കൊണ്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കൊടുക്കണം. അന്നേരം കട്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ വേസ്റ്റേജിൻ്റെ സൈഡ് വരത്തില്ലേ, ഇവിടെ ഈക്വൽ ആയിരിക്കണം. ചിലത് ഞാൻ ഇവിടുത്തെ ഇത് ലെന്ത് ചിലപ്പോൾ കമ്മിയായിരിക്കും, ചിലത് കൂടുതൽ. അതുകൊണ്ട് ഇതും ഈക്വൽ ആയിരിക്കണം. എന്നിട്ട് വെച്ച് വേണം ആ ലെന്ത് നോക്കാനേ. ഇത് ഞാനിപ്പോൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ധൈര്യത്തെ ഇത് ചെയ്യാം. വെറുതെ കടയിലൊക്കെ കൊടുത്ത് പിന്നെ അവരുടെ കൊടുത്ത് ഒരു ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. തന്നെ 100 രൂപ അവർക്ക് തയ്യക്കൂലി കൊടുക്കണം. നമുക്കിത് കൈകൊണ്ട് തന്നെ തയ്ക്കുകയും ചെയ്യാം. മെഷീൻ ഇല്ലാത്തവർക്ക് കൈകൊണ്ട് തന്നെ മടക്കി തയ്ക്കാം. കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ആ മെഷർമെൻറ്റിൻ്റെ പാൻറ്റ് മടക്കിയെടുക്കണം. അത് കഴിഞ്ഞ് നമ്മൾ ഈ പാൻറ്റ് തയ്ക്കാൻ പോകുന്ന പാൻറ്റ് തിരിച്ചിടണം. തിരിച്ചിടണം. തിരിച്ചിട്ടിട്ട് വേണം നമ്മൾ തയ്ക്കാനായിട്ട്. അല്ലെ നേരെ വെച്ച് നല്ല വശം വെച്ച് തയ്ക്കല്ലേ, തിരിച്ചിട്ടിട്ട് മറുവശം വേണം തയ്ക്കാനേ. എൻ്റെ മെഷീൻ ഞാൻ വെളിയിൽ ബാൽക്കണിയിലാണ് വെച്ചിരിക്കുന്നത്. എൻ്റെ ചെറിയ ഗാർഡനാണിത്. നല്ല സീനറിയൊക്കെ ഉണ്ട്, കാറ്റും വെളിച്ചം എല്ലാം ഇവിടെ ഉണ്ട്. ആദ്യം സിംഗിളായിട്ടൊന്ന് മടക്കണം. അത് കഴിഞ്ഞ് ഇങ്ങനൊന്ന് മടക്കണം. ഇത്രയും മതി. ഞാൻ എന്നിട്ട് മെഷീനിലോട്ട് വെച്ച് തയ്ക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ പാൻറ്റ് തിരിച്ചിടാൻ മറന്നുപോലെ. ഇതാണ് ഞാനിവിടെ തയ്ക്കാൻ പോവാണ്. തയ്ക്കുവാണ്. കാണാമല്ലോ അല്ലേ? അങ്ങനെ നമ്മുടെ പാൻറ്റിൻ്റെ ലെന്ത് കുറച്ച് കണ്ടോ, സെയിം കളറ് നൂല് ഒരുമാതിരി മാച്ച് ചെയ്യുന്നുണ്ട്. നൂല് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ്, എളുപ്പമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെന്തിനാ വെറുതെ കടയിൽ കൊണ്ട് കൊടുത്തിട്ട് ഒരു ദിവസം അവരുടെ കൊടുത്ത്. നമുക്ക് പറ്റുമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. മെഷർമെൻ്റ് ഉള്ള പാൻറ്റും മേളിൽ വെച്ചിട്ട് കട്ട് ചെയ്യേണ്ട പാൻറ്റ് അടിയിലും വെക്കണം. അത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. പിന്നെ നമുക്ക് ലെന്തിന് 1.5 ഇഞ്ച് വെച്ച് കട്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ ഗൈസ്, താങ്ക് യു.